ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിനി ഷിബു വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുർത്തിയുടെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു റെഡിമെയ്ഡ് നമ്മൾ വാങ്ങി യൂസ് ചെയ്യുന്ന പെൻസിൽ കട്ട് പാന്റ് അല്ലെങ്കിൽ സിഗരറ്റ് പാന്റ് അല്ലെങ്കിൽ ടൈറ്റ് പാന്റ് എന്ന് പറയുന്ന ഇപ്പൊ നമ്മൾ റെഡിമെയ്ഡിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള പാന്റാണ് നമ്മൾ ഇത് കട്ട് ചെയ്യാൻ പോകുന്നത്. അത് ഇതിനു മുമ്പ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെങ്കിൽ അതിന്റെ തിയറിയോ കാൽക്കുലേഷനോ ഒന്നും ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല, കറക്റ്റ് ആയിട്ട് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ അതിന്റെ തിയറി വെച്ച് കാൽക്കുലേഷൻ വെച്ച് എങ്ങനെ ഒരു പാന്റ് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇത് നമ്മൾ റെഡിമെയ്ഡിൽ വാങ്ങിയാൽ നമുക്ക് ചിലപ്പോൾ സീറ്റ് ടൈറ്റ് ആയിരിക്കും, സീറ്റ് കറക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഹിപ്പ് ലൂസ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇരിക്കുമ്പോൾ മുട്ട് മടക്കാൻ പറ്റത്തുണ്ടാകുന്നില്ല, ചിലപ്പോൾ ഇരിക്കുമ്പോൾ കീറിപ്പോവും. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഈ പാന്റ് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ. കറക്റ്റ് ആയിട്ട്, അതായത് ഒരുവിധം വണ്ണം ഉള്ളവർക്കൊക്കെ ഇത് കറക്റ്റ് ഫിറ്റിങ്ങിൽ കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് നമ്മളുടെ ഈ ടൈറ്റ് പാന്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ മെഷർമെന്റിനനുസരിച്ച്, നിങ്ങൾ ഏത് മെഷർമെന്റിലുള്ളവരായാലും, നിങ്ങൾക്ക് വണ്ണം ഉള്ളവരായാലും ശരി, വണ്ണം കുറഞ്ഞവരായാലും ശരി, പിന്നെ എക്സ്ട്രാ സൈസ് ആയാലും ശരി, ഓവർ സൈസ് ആയാലും ശരി, എങ്ങനെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ ബോഡിയിൽ നിന്ന് മെഷർമെന്റ് എടുത്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കട്ട് ചെയ്യാമെന്ന്, ഇപ്പൊ മെഷർമെന്റ് വെച്ച് കട്ട് ചെയ്യാമെന്ന് ഞാൻ കാൽക്കുലേഷൻ തിയറി വെച്ച് ഇപ്പം പറഞ്ഞുതരാം. അവരവരുടെ ബോഡിയിലുള്ള മെഷർമെന്റ് എടുത്തിട്ട് ഞാൻ ഈ പറയുന്ന കാൽക്കുലേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് തയ്ച്ചാൽ നമുക്ക് നല്ല നീറ്റ് ആയിട്ടുള്ള പാന്റ് നമുക്ക് വിടാം. ഓക്കെ, നമുക്കിപ്പോ കട്ടിങ്ങിലോട്ട് പോകാം. ഇതിന് നമ്മൾ എടുക്കുന്ന മെഷർമെന്റ്സുകള് നമ്മളുടെ ബെൽറ്റ് റൗണ്ട്, അതായത് ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്ന ബെൽറ്റ്, അതായത് നമ്മൾ എവിടെയാണ് പാന്റ് കെട്ടുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ റൗണ്ട്. നെക്സ്റ്റ് നമ്മുടെ സീറ്റ് റൗണ്ട്, നമ്മളുടെ ഏറ്റവും ഹയസ്റ്റ് പാർട്ട് എവിടാന്ന് വെച്ചാൽ അതിനെ ചുറ്റിയുള്ള പാർട്ടാണ് സീറ്റ് റൗണ്ട്. അടുത്തത് നമുക്ക് നീ ജോയിന്റിന്റെ റൗണ്ടാണ് എടുക്കേണ്ടത്. നീ റൗണ്ട് എടുക്കുമ്പോൾ ഒരുപാട് വണ്ണമുള്ളവരൊക്കെ ആണെങ്കിൽ അത് എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്തത് വന്ന് ഹൈറ്റ്, ഫുൾ ഹൈറ്റ്. നെക്സ്റ്റ് ഫുൾ ഹൈറ്റ് നമ്മൾ എവിടെ എടുത്തോ അവിടെ നമുക്ക് കാലകത്തോട്ട് പോകാൻ വേണ്ടി നമുക്ക് എത്രയും വ്യാസം വേണമെന്ന് വെച്ചാൽ അത് സാധാരണ 12, 13 ആ അളവിലാണ് വെക്കുന്നത്. കാരണം ഇത് ടൈറ്റ് പാന്റ് ആണല്ലോ. അതുകൊണ്ട് ഇത്ര അളവുകളാണ് വേണ്ടത്. ഏതൊക്കെ? ബെൽറ്റ് റൗണ്ട്, സീറ്റ് റൗണ്ട്, നീ റൗണ്ട്, ഫുൾ ഹൈറ്റ്, പിന്നെ ബോട്ടം ഗോൾ. അങ്ങനെ 5 മെഷർമെന്റ്സ് ആണ് നമ്മൾ ഇപ്പം ഇതിന് എടുക്കുന്നത്. ഇതിൽ കൂടുതൽ മെഷർമെന്റ്സും എടുക്കാം, പക്ഷെങ്കിൽ ഈ പാന്റില് നമ്മൾ ഒരുപാട് മെഷർമെന്റ്സ് ഒക്കെ എടുത്ത് കാൽക്കുലേഷൻ കാണിക്കുമ്പോൾ ഒത്തിരി കൺഫ്യൂസ് ആയി പോകും, നമുക്ക് തയ്ക്കാനുള്ള ഇൻട്രസ്റ്റ് പോകും. അതുകൊണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ തയ്ക്കാമെന്ന് ഞാനിപ്പോ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ നമുക്കിപ്പോ കട്ടിങ്ങിലോട്ട് പോകാം. ഇപ്പൊ നമുക്ക് പാന്റ് കട്ട് ചെയ്യാമേ. ഞാൻ ഇത് കട്ട് ചെയ്യാനായിട്ട് ഓപ്പൺ കണ്ടോ, എന്റെ സൈഡിലോട്ട്, ഇങ്ങോട്ട് ഞാൻ നിൽക്കുന്ന സൈഡിലോട്ട് ഓപ്പൺ മടക്കി തിരിച്ചു വെച്ചേക്കുവാണ്. ഫോൾഡ് സൈഡ് ഇവിടെ വന്നേക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു 1.5 ഇഞ്ച് നമുക്ക് ഈ കരയിലിരുന്ന് ഇങ്ങോട്ട് ഒരു 1.5 ഇഞ്ച് നമുക്ക് നീട്ടി ഒരു മാർക്ക് കൊടുക്കാം. 1.5 ഇഞ്ച് ഇനി താഴെ വരെ ആ 1.5 ഇഞ്ച് എടുക്കാമേ. അതെന്തിനാണ് ഞാൻ പിന്നീട് പറയാമേ വ്യക്തമായിട്ട്. ഇപ്പൊ പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല, പാന്റ് പുതുതായിട്ട് കാണുന്നവർക്ക്. എന്നിട്ട് ഇപ്പൊ നമ്മളിത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതങ്ങ് ഒന്നിച്ചങ്ങ് വരച്ച് ശരിയാക്കി എടുക്കുവാണേ. എന്താന്ന് വെച്ചാൽ ഇങ്ങോട്ട് കയറി പോകരുത് നമ്മുടെ മാർക്ക്. എന്നിട്ട് എനിക്ക് എന്റെ ബെൽറ്റ് റൗണ്ടിലിരുന്ന് തറ വരെയുള്ള ഹൈറ്റ് വന്ന് 40 ഇഞ്ചുണ്ടേ. അപ്പം ആ 40 ഇഞ്ച് ഞാൻ ഇവിടെ അങ്ങ് എടുത്തു വെക്കുക ഫസ്റ്റ്. പക്ഷെ ഇത്രയും ഞാൻ എടുക്കത്തില്ല, ഇത്രയും ഹൈറ്റ് എനിക്ക് വേണ്ട. പക്ഷെങ്കിൽ ഞാൻ എന്റെ ബോഡിയിൽ നിന്നുള്ള ഒരു പാന്റിന്റെ ബെൽറ്റ് റൗണ്ടിലിരുന്ന് താഴെ വരെയുള്ള ഹൈറ്റ് വന്ന് 40 ഇഞ്ച്. അത് ഞാൻ പറഞ്ഞതേ ഉള്ളേ. അത്രയും നമ്മളിപ്പോ എടുത്തു വെക്കുക. ശേഷം ഇപ്പൊ നമ്മൾ നമ്മൾ ഇവിടുത്തെ എല്ലാം മാർക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ താഴോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. നമ്മൾ പാന്റിന്റെ ഫ്രണ്ട് പാർട്ടാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഫ്രണ്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട് പാർട്ടാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ 40 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. എനിക്ക് ബെൽറ്റിന് വേണ്ടി ഞാൻ 1 ഇഞ്ച് മേളില് 1.5 ഇഞ്ച് മേളിലോട്ട് ഒരു മാർക്ക് കൊടുക്കുവാന്നേ. 1.5 ഇഞ്ച് മേളിലോട്ട് ഒരു മാർക്ക് കൊടുക്കുക. ഇത് വന്ന് നമുക്ക് ബെൽറ്റ് മടക്കാനുള്ള വിഡ്ത്താണേ. നമുക്ക് പാന്റിന്റെ ഫ്രണ്ടിൽ ബെൽറ്റ് വെക്കാനുള്ള
അളവാണ് ഈ 1.5 ഇഞ്ച്. 1 ഇഞ്ച് ബെൽറ്റാണ് നമ്മൾ വെക്കുന്നത്. അപ്പൊ നമുക്ക് തയ്ക്കാനും വേണമല്ലോ, അതിനും ചേർത്താണ് 1.5 എടുത്തേക്കുന്നത്. നമ്മുടെ ബെൽറ്റ് റൗണ്ട്, അതായത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് ആണ് ഇനി നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ വേസ്റ്റ് റൗണ്ട്, ബെൽറ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1/2 ഇഞ്ച് നമുക്ക് സീം അലവൻസും. അപ്പം 10.25 പ്ലസ് 1/2 ഇഞ്ചും കൂടെ വരുമ്പോ 10.25 ഇഞ്ചാണ് ഞാൻ ഇവിടെ ഇപ്പൊ എടുക്കുന്നത്. 10.25 കാണുന്നുണ്ടോ മാർക്ക്? 10.25 മേളിലും ആ 10.25 മാർക്ക് ചെയ്തേക്കാമേ. 10.25 ഇതാണ് നമ്മളുടെ അളവ്. ഇത് നമുക്ക് മടക്കാനുള്ള തുണിയാണ്. അടുത്തത് നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ ക്രോച്ചിന്റെ ഇറക്കമാണ് എടുക്കുന്നത്. ക്രോച്ച് എടുക്കേണ്ടത് സീറ്റ് ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 ഇഞ്ചാണ്. നമ്മളെ സീറ്റ് 42 ഡിവൈഡഡ് ബൈ 4 10.5 പ്ലസ് 2 ഇഞ്ച് 12.5 നമ്മുടെ ക്രോച്ചിന്റെ അളവ്. മൈനസ് ഈ 1.5 ഇഞ്ച് കുറയ്ക്കണം. നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന 1.5 ഇഞ്ച്, 1 ഇഞ്ച് കുറയ്ക്കണം. അതായത് 1/2 ഇഞ്ച് നമുക്ക് ഇവിടെ മടക്കി ഇതിനകത്ത് റോ എഡ്ജിന് വേണ്ടി കൊടുത്തേക്കുന്നതാണ്. 1 ഇഞ്ചാണ് നമ്മൾ ബെൽറ്റ് വെക്കുന്നത്. ഇവിടെ നമ്മൾ 1 ഇഞ്ച് ബെൽറ്റ് ആണ് വെക്കുന്നത്. അപ്പൊ ആ 1 ഇഞ്ച് നമ്മൾ കുറയ്ക്കണം. അപ്പൊ നമുക്ക് എത്ര വന്നേക്കുന്നത്? 10.5 പ്ലസ് 2 12.5 മൈനസ് 1 ഇഞ്ച്. അപ്പൊ 11.5 ഇഞ്ചാണ് നമ്മൾ ഇവിടുന്ന് എടുക്കണം. മേളിൽ നിന്നല്ല, ഈ താഴെ നിന്ന് 11.5 ഇഞ്ച് എടുക്കണം. ആ 11.5 തന്നെ ഇവിടെ മാർക്ക് ചെയ്തേക്കണേ, മാറിപ്പോരുത്. സ്ട്രെയിറ്റ് ലൈൻ വരാൻ വേണ്ടി ചെയ്തേ. എന്നിട്ട് ഇവിടെ ഒരു ലൈൻ കൊടുക്കുക നമ്മളെ. ഈ 10.25, ആ 10.25 ഇവിടെ നമ്മളൊരു ലൈൻ കൊടുക്കും. ഇവിടെ 10.25 മേലിൽ 10.25 എടുത്തു. ആ 10.25 തന്നെ ഇവിടെ നമ്മൾ എടുക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമ്മൾ ജോയിൻ ചെയ്യാം. ഇപ്പൊ ക്രോച്ചിന്റെ ലൂസിന് വേണ്ടി ഇവിടെ നമ്മൾ 2.5 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി ഒരു മാർക്ക് കൊടുക്കണം. 2.5 അവിടെ ഒരു ലൈൻ കൊടുത്ത് ഇതോടെ അങ്ങ് ജോയിൻ ചെയ്ത് വെച്ചേക്കാമേ. 2.5 ഇഞ്ച് നമ്മളെ ക്രോച്ചിന്റെ അളവാണ്. അത് നമ്മൾ സീറ്റ് ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 ഇഞ്ചാണ് ഈ ഹൈറ്റ് എടുത്തേക്കുന്നത്. സീറ്റ് ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 ഇഞ്ച്. അപ്പം ഈ മേളിൽ കൊടുത്തേക്കുന്നത് നമ്മുടെ ബെൽറ്റിനുള്ള അളവ് 1 ഇഞ്ച് മൈനസ് ചെയ്തേക്കണം അതിൽ. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ 2.5 ഇഞ്ച് ഇങ്ങോട്ട് എടുക്കണം. 2.5 ഇഞ്ച് ഫ്രണ്ടിലോട്ട് 2.5 ഇഞ്ച് എടുക്കണം. ഇത് 1.5, 2, 2.5, 3 വരെ ആകാം. 3, 3.5 വരെ ഓരോരുത്തരുടെ സൈസിനനുസരിച്ചായിരിക്കും. ഇപ്പൊ നമ്മളുടെ ഈ സൈസിന് 2.5 ഇഞ്ച് മതി. നമ്മൾ ഇതിനും ഇതിന്റെയും കൂടെ സെന്ററിൽ ഒരു ലൈൻ കൊടുക്കണം. ഇത് എത്രയുണ്ട്? 11.5 ഉണ്ട്. അപ്പം 11.5 ഉണ്ടെങ്കിൽ 5.25 അല്ലേ? 5.25 ഒരു സെന്ററിൽ ഒരു മാർക്ക് കൊടുക്കണം. വീണ്ടും ഇതിനെ, അതായത് ഇതിനെ രണ്ടായിട്ട് മടക്കിയാൽ എത്ര കിട്ടുന്നു? 5.25. വീണ്ടും ഈ 5.25 വീണ്ടും രണ്ടായിട്ട് മടക്കണം. കണ്ടോ? ഈ സെന്റർ, ഇതിന്റെ ഒരു സെന്റർ എടുക്കണം. എടുത്തിട്ട് ഇവിടെ നമ്മൾ ഇതും കൂടെ ജോയിന്റ് കൊടുക്കണം. ചോക്ക് മാർക്ക് കാണുന്നുണ്ടോ? ഒരു ഡ്രസ്സ് വെട്ടിയിട്ട് ഇപ്പൊ രണ്ടാമത് വെട്ടുക ചോക്ക് കാണാത്തതിന്. ചില തുണിയിൽ ചോക്ക് പതിയത്തില്ല. ഇപ്പം ഇതിന്റെ സെന്റർ എടുത്തിട്ട് വീണ്ടും ഈ പാതി പാർട്ടില് വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ട് ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വളച്ച് ഷേപ്പ് കൊടുക്കണം, ക്രോച്ചിന്റെ ഷേപ്പ്. അതിനുശേഷം നമ്മൾ ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കണം. ഇതിപ്പം 13 ഇഞ്ചുണ്ട്. ഇതിന്റെ സെന്റർ 13.5. ഇതിപ്പം 13.5 ഇഞ്ചുണ്ട്. ഈ അളവ് 13.5 ഇഞ്ചുണ്ട്. ഇതിന്റെ പാതി കണ്ടുപിടിക്കണം നമ്മൾ. ഇതിന്റെ പകുതി എത്ര വരും? 6.25 വരുമല്ലോ. 6.25. ഇവിടുന്ന് എത്ര ഉണ്ടെന്ന് ഒന്നുകൂടെ അളന്നു നോക്കണം. 6.25. അപ്പൊ ഇവിടെ എല്ലായിടത്തും നമ്മൾ ഈ 6.25 അങ്ങ് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിനെല്ലാം കൂടെ അങ്ങ് ജോയിൻ ചെയ്യാം. ഇതാണ് ഈ പാന്റിന്റെ സെന്റർ ലൈൻ. ഈ ലൈനിൽ നിന്നാണ് ഇനി ബാക്കി പോകുന്ന എല്ലാ മെഷർമെന്റും വരേണ്ടുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു മെഷർമെന്റ് എടുക്കാം. ഇവിടെ ആയിട്ട്
പക്ഷെ അത് വേണ്ട, അതൊക്കെ എടുത്തു വരുമ്പോഴത്തേനും പാന്റ് ഭയങ്കര ടൈറ്റ് ആയി. ചെറിയ പിള്ളേർക്ക് അങ്ങനെയൊക്കെ എടുത്താല് പ്രയോജനമുള്ളൂ. ഒരു പ്രായം കഴിഞ്ഞവർക്കൊക്കെ അത് എടുത്ത ഫിറ്റ് ഓവർ ഫിറ്റ് ആയിപ്പോ. ഇപ്പൊ എനിക്ക് 38 ഇഞ്ചാണ് ഈ പാന്റിന്റെ ഇറക്കം വേണ്ടുന്നത്. അപ്പൊ ഞാൻ ഇവിടെ 38 മാർക്ക് ചെയ്യുക. 38ന്ന് ഞാൻ എത്ര ഇഞ്ച് എനിക്ക് ഇത് വേണമെന്ന് നോക്കണം. ഞാൻ 1.5 ഇഞ്ചാണ് എന്റെ ഓപ്പൺ വെക്കുന്നത്. അതായത് കാലിന്റെ ഓപ്പൺ 1.5 ഇഞ്ച് വെക്കുന്നുണ്ട്. അതായത് ഓപ്പൺ മീൻസ് പാന്റ് തയ്ച്ചിട്ട് അതിന്റെ സൈഡിൽ ഒരു കട്ട് ഉണ്ടാവുമല്ലോ, ആ കട്ട് 1.5 ഇഞ്ചാണ് വെക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ നേരെ ഒരു മാർക്കം കൊടുക്കുവാന്നേ. ഇനി എനിക്ക് ഇതിന്റെ കാലിന്റെ വിഡ്ത്ത്, കാലിന്റെ റൗണ്ട് 15 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പം 15ന്റെ പകുതി 7.5. 7.5യുടെ പകുതി 3.25. അപ്പൊ 3.25 ഇങ്ങോട്ടും 3.25 ഇങ്ങോട്ടും വെക്കണം. അപ്പൊ ഇവിടെ ഒരു 7.5, ഇവിടെ 3.25. ഇത്ര എടുത്തല്ലോ. എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് ഇനി ഇവിടെ ഒന്നും ഷേപ്പ് ഒന്നും കൊടുക്കണ്ട, മുട്ടിനൊന്നും ഷേപ്പ് കൊടുക്കണ്ട. കാരണം ഇത് മുട്ടിനൊക്കെ ഷേപ്പ് കൊടുത്തു കഴിയുമ്പോൾ ഇത് ഓവർ ഫിറ്റ് ആയെങ്കിൽ നമുക്ക് ഇരിക്കുമ്പോ ഭയങ്കര അത്ര ഫ്രീഡം കിട്ടത്തില്ല. അത് കാരണം ഇവിടെ ഞാന് ഇതിനങ്ങ് മാർക്ക് ചെയ്ത് എടുക്കുക. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും. ഇതുവരെ ഞാൻ ഈ എക്സ്ട്രാ ഇവിടെ ഇട്ടേക്കുന്നത് എന്തിനാന്ന് പറഞ്ഞിട്ടില്ലേ, അത് വരാം. ഇപ്പൊ ഞാൻ സ്കെയില് വെച്ച് ഇതങ്ങ് ജോയിൻ ചെയ്യട്ടെ. ഇവിടെ നമ്മള് ഈ ലൈൻ അങ്ങ് കൊടുക്കുവാന്നേ. എന്നിട്ട് ഈ സ്കെയിലിന്റെ ഈ പാർട്ടില്ലേ, ഇവിടെ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് എന്താ കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്നും മാർക്ക് ചെയ്ത് വരണം. കണ്ടോ? ഇങ്ങനെ വരണം. അപ്പോഴാണ് നമ്മുടെ ബട്ടക്സിന്റെ പാർട്ടൊക്കെ നല്ല നീറ്റായിട്ട് നല്ല ഷേപ്പിൽ നമുക്ക് ടൈറ്റ് ഇല്ലാതെ കിട്ടും. കണ്ടോ? ഇതാണ് നമ്മുടെ പാന്റിന്റെ കട്ടിങ്. ഫ്രണ്ട് പാർട്ട് കട്ടിങ് കഴിഞ്ഞ് നമുക്കിപ്പോ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഈ തുണിയെ നമ്മൾ ഇതിന്റെ ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യണം. അപ്പോഴേ നമുക്കിവിടെ തയ്ക്കാനുള്ള കറക്റ്റ് ഷേപ്പ് കിട്ടത്തുള്ളൂ. പാന്റിന്റെ ഫ്രണ്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇവിടുത്തെ ഷേപ്പ് കണ്ടോ, നല്ല നീറ്റായിട്ട് വന്നിട്ടില്ലേ? ഇനി നമുക്ക് ബാക്ക് കട്ട് ചെയ്യാമേ. ഈ പീസ് എടുത്ത് ഇതിന്റെ പുറത്തോട്ട് ഇടാമേ. ഇവിടെ ഞാൻ ഇതുപോലെ ഓപ്പൺ ഇവിടെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഡിസൈൻ ഒക്കെ വരുമ്പോ കണ്ടോ, ഈ ഡിസൈൻ വരുന്നിടത്ത് തന്നെ ഇതും എടുത്ത് വെക്കണം. കറക്റ്റ്. അപ്പൊ രണ്ട് കാലിലും ഒരുപോലെ ഡിസൈൻ വരും. ഇപ്പൊ നമുക്ക് സ്കെയിൽ വെച്ച് ഒരു ലൈൻ കൊടുക്കാം. ഇവിടെ വരയ്ക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് താഴെ വരയ്ക്കാം. നമുക്ക് 1/2 ഇഞ്ച് താഴെ. ഇവിടെ അതേപോലെ ഇതിന്റെ നേരെ ഒരു വര. ഇവിടെ ഇതിനെക്കാട്ടി ഞാൻ 1.5 ഇഞ്ച് മേലോട്ട് ചേർത്തെടുക്കുവാണേ. ഇതൊന്ന് ചെറിയ പിള്ളേരൊക്കെ പാൻറ് ഇടുമ്പോൾ കണ്ടിട്ടില്ലേ, ബാക്കിൽ നിന്ന് ഇങ്ങനെ ഊരി ഇങ്ങനെ താഴോട്ട് വന്ന് നിൽക്കുന്നത്. അത് അങ്ങനെ വരാതെ നല്ലതായിട്ട് ഫിറ്റ് ആയിട്ട് ബാക്കിലോട്ട് കയറി നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ എക്സ്ട്രാ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഇവിടുന്ന് ഈ ലൈനിൽ നിന്ന് ഇവിടോട്ട് ഇതിലോട്ട് ഒരു ലൈൻ, ഇതുവഴി ഒരു ലൈൻ പോകുന്ന പോലെ അങ്ങ് വരയ്ക്കുക. ഇവിടെ അതേപോലെ വരയ്ക്കുക. പക്ഷെങ്കിൽ ഇവിടെ വരുമ്പം ഈ ലൈനിൽ കൂടെ അല്ല നമ്മൾ കട്ട് ചെയ്യേണ്ടത്, ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയിട്ട്. കണ്ടോ? ഇപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പിള്ളേരൊക്കെ ഇരിക്കുമ്പോ കണ്ടിട്ടുണ്ട്, ഈ ബാക്കിൽ ഇങ്ങനെ വി പോലെ ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കും.
അത് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ഇവിടെ ഇപ്പൊ കുറച്ച് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഇങ്ങനെ വന്ന ഇതും ഇങ്ങനെ ഈ ക്രോസ് വരുമ്പോൾ വരുന്ന എക്സ്ട്രാ തുണിയെ വന്ന് ഇവിടെ ഈ 1/2 ഇഞ്ച് നമ്മൾ ഇവിടെ കുറയ്ക്കുമ്പോൾ അതങ്ങ് കുറയും. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഇവിടുന്ന് ഇത് ബാക്ക് പാർട്ട് ഇച്ചിരി ഇറക്കിയാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. ഇവിടെ എല്ലാം നമ്മൾ 1.5 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. ഇപ്പൊ ഇതുവരെ നമ്മൾ എങ്ങും തയ്യൽ തുമ്പൊന്നും എക്സ്ട്രാ ഇട്ടിട്ടില്ല. ഇപ്പൊ ഈ തയ്യൽ തുമ്പിനും ചേർത്ത് ലൂസിനും ചേർത്തുള്ളതാണ് ഈ 1.5 ഇഞ്ച് എടുക്കുന്നത്. അവിടെ 2 ഇഞ്ച് ഇട്ടു, ഇവിടെ 1.5 ഇഞ്ച്. നമ്മള് ഇവിടുന്ന് ഈ ലൈനും കൊടുത്ത് ഇപ്പൊ നമുക്കിത് വെട്ടിയെടുക്കാം. ഇപ്പൊ നമ്മുടെ പാന്റിന്റെ കട്ടിങ് കഴിഞ്ഞു. ഇപ്പൊ ഇത് നമ്മൾ തയ്ക്കുന്നത് കാണിക്കാമേ. ഞാൻ 2 സൈഡിലും പോക്കറ്റ് വെച്ച ഈ പാന്റ് തയ്ക്കുന്നത്. ബാക്കില് ഇലാസ്റ്റിക്, ഫ്രണ്ടില് ബാൻഡ്. അപ്പൊ നമുക്ക് തയ്ക്കുമ്പോ കാണാം.